അപ്പോൾ എല്ലാവർക്കും ഷൂട്ട് സിനിമാറ്റിക്കിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു ക്യാമറ ഉപയോഗിച്ചോ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാവുന്ന 3 സിനിമാറ്റിക് ഷോട്ടുകളാണ്. അപ്പോൾ ഇത് നമ്മുടെ പ്രൊഡക്റ്റ് ബീറോളിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ 3 കിടലൻ ഷോട്ടുകളാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരിക്കുന്നത് നമ്മളൊരു ബീറോൾ അല്ലെങ്കിൽ സിനിമാറ്റിക് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണണം. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ മുകളിലുള്ള ഐക്കാർഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻട്രോ റോൾ ചെയ്യാം, വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറ്റാവുന്ന ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് 3 അടിപൊളി സിമ്പിളായിട്ട് എടുക്കാവുന്ന സിനിമാറ്റിക് ഷോട്ട്സ് പരിചയപ്പെടുത്താനാണ്. ആദ്യത്തെ ഷോട്ട് എന്ന് പറയുന്നത് ഡോളി ഇൻ, അതുപോലെ തന്നെ ഡോളി ഔട്ട്. അപ്പോൾ ഈ ഒരു ഷോട്ട് എടുക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്യാമറ ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ്സ് അറേഞ്ച് ചെയ്യണം. പിന്നത്തെ കാര്യം നിങ്ങളെന്ന് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതൊരു പ്രൊഡക്റ്റിലാണോ ഫോക്കസ് വേണ്ടത് ആ ഒരു പ്രൊഡക്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ ഫോക്കസ് ലോക്ക് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ ഫോണോ ക്യാമറയോ ഏതെങ്കിലും ഒരു സ്മൂത്ത് സർഫേസിന് മുകളിൽ വെച്ചതിന് ശേഷം നമ്മൾ മെല്ലെ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുന്നു, അതുപോലെ തന്നെ ബാക്കിലോട്ട് പുള്ള് ചെയ്യുന്നു. അപ്പോൾ ഈ 2 ഷോട്ട്സാണ് നമ്മുടെ ആദ്യത്തെ ഷോട്ട്, അതായത് ഡോളി ഇൻ അല്ലെങ്കിൽ ഡോളി ഔട്ട്. നമ്മൾ കുറച്ച് ബീറ്റൊക്കെ ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ നമ്മൾ മ്യൂസിക്കിനനുസരിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഷോട്ടാണിത്. നമുക്ക് രണ്ടാമത്തെ ഷോട്ടിലോട്ട് പോകാം. രണ്ടാമത്തെ ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒരു സിമിലർ ഷോട്ട് തന്നെയാണ്. നമ്മുടെ പ്രൊഡക്റ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊരു സ്ലൈഡിങ് ഷോട്ടായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു റിവീലിംഗ് ഷോട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മളതിനായി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഒരു സ്മൂത്ത് സർഫേസിന് മുകളിൽ വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്രെയിം ഒന്ന് ബ്ലോക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ നിന്ന് മറ്റൊരു ഡയറക്ഷനിലോട്ട്, അതായത് ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് നമ്മൾ മെല്ലെ പുഷ് ചെയ്ത് നമ്മളൊരു സ്ലൈഡിങ് ഷോട്ട് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ഷോട്ട്. മൂന്നാമത്തെ ഷോട്ട് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഡൗൺ ഷോട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ഷോട്ടാണിത്. അപ്പോൾ ആ ഷോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ഫോൺ കുറച്ച് ഹൈറ്റിലുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റിന് മുകളിൽ വെച്ച് തന്നെ നിങ്ങളുടെ ഷൂട്ട് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ ഫ്ലാറ്റായിട്ട് അടിയിൽ വെക്കണം. അതിനുശേഷം നിങ്ങൾ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ ടോപ്പ് ടു ബോട്ടം നിങ്ങൾക്ക് ഏതൊരു ഡയറക്ഷനിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്രിയേറ്റീവ് ആകാൻ പറ്റും അത്രത്തോളം ക്രിയേറ്റീവായി നിങ്ങൾക്ക് നല്ലൊരു ഡയറക്ഷനിൽ മെല്ലെ പുഷ് ചെയ്തുകൊണ്ട് ഈ ഒരു ടോപ്പ് ഡൗൺ ഷോട്ട് എടുക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ 3 ഷോട്ടുകൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ ബൈ.